Guys, welcome to my YouTube channel Study Buds. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ നോൺ പോളാർ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മുടെ CSI നെറ്റിനും അതുപോലെ തന്നെ ലൈഫ് സയൻസിലെ ഏത് സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് എന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ നോൺ പോളാറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നോൺ പോളാർ ആലിഫാറ്റിക്കും നോൺ പോളാർ ആരോമാറ്റിക്കും ഉണ്ട്. അപ്പം ഈ ആലിഫാറ്റിക്കിനകത്ത് വരുന്ന അമിനോ ആസിഡ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, പ്രൊലാനിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോണിൻ. ഇതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സിംഗിൾ ലെറ്റർ കോഡും പിന്നെ 3 ലെറ്റർ കോഡും പഠിക്കണം. കാരണം സിംഗിൾ ലെറ്റർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി റിലേറ്റഡ് ആയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അമിനോ ആസിഡിന്റെ പേര് ഡയറക്റ്റ് കൊടുക്കാതെ സിംഗിൾ ലെറ്റർ കോഡ് വെച്ചോ അല്ലെങ്കിൽ 3 ലെറ്റർ കോഡ് വെച്ചോ ആണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയാണ് ഗ്ലൈസിന് നമ്മൾ സിംഗിൾ ലെറ്റർ കോഡ് G ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് GLY ആണ്. അലാനിന്റെ A ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് ALA ആണ്. വാലിന്റെ V ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് VAL ആണ്. പ്രൊലാനിന്റെ സിംഗിൾ ലെറ്റർ കോഡ് P ആണ്, 3 ലെറ്റർ കോഡ് PRO ആണ്. ലൂസിന്റെ L ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് LEU ആണ്. ഐസോലൂസിന്റെ I ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് ILE ആണ്. മെഥിയോണിന്റെ സിംഗിൾ ലെറ്റർ കോഡ് M ആണ്, അതിന്റെ 3 ലെറ്റർ കോഡ് MET ആണ്. ഇതിനകത്ത് സിംഗിൾ ലെറ്റർ കോഡ് പഠിക്കാൻ എളുപ്പമാണ്. ഗ്ലൈസിന്റെ ഫസ്റ്റ് ലെറ്റർ G ആണ്, അതുകൊണ്ട് G തന്നെ. അലാനിന്റെ A ആണ്, A തന്നെ. വാലിന്റെ V ആണ്, അത് V തന്നെ. പ്രൊലാനിന്റെ P ആണ്, അത് P തന്നെ. ലൂസിന്റെ L ആണ്, L തന്നെയാണ്. ഐസോലൂസിന്റെ I തന്നെയാണ്. മെഥിയോണിന്റെ ഫസ്റ്റ് ലെറ്റർ M ആണ്, M തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോൺ പോളാർ ആരോമാറ്റിക് നോക്കാം. ആരോമാറ്റിക് എന്ന് പറയുമ്പോൾ റിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ള അമിനോ ആസിഡിനെയാണ് പറയുന്നത്. പിന്നെ ഈ അമിനോ ആസിഡ്സിനകത്ത് ഇപ്പൊ ഫിനാൻ, അലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ അബ്സോർവേഷനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ കൂടി ഇടുന്നതാണ്. അപ്പം ഏതൊക്കെയാന്ന് നോക്കാം. ഫിനാൽ അനാലിൻ, അതിന്റെ സിംഗിൾ ലെറ്റർ കോഡ് F ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഫിനാൽ അനാലിൻ എന്തുകൊണ്ട് P റെപ്രസെന്റ് ചെയ്തില്ല? കാരണം ഓൾറെഡി പ്രൊലാനിൻ അവർ P റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇതിന് നമ്മൾ F എന്ന് കൊടുത്തത്. ഇതിന്റെ 3 ലെറ്റർ കോഡ് FHE ആണ്. തൈറോസിന് T ആണ്, അവിടെ നമ്മൾ T കൊടുത്തിട്ടില്ല. കാരണം ഇനി ത്രയോണിൻ എന്ന് പറഞ്ഞ ഒരു പോളാർ അമിനോ ആസിഡ് വരുമ്പോൾ അവിടെ T ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ Y എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. 3 ലെറ്റർ കോഡ് TYR എന്നാണ്. അടുത്തയാണ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാനിന് നമ്മൾ T കൊടുത്തില്ല, കാരണം ത്രയോണിന് T കൊടുത്തുകൊണ്ട് ഇതിന് W എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് 3 ലെറ്റർ കോഡാണ് TRP. അമിനോ ആസിഡ്സ് പഠിക്കുമ്പം സിംഗിൾ ലെറ്ററിനകത്ത് വേരിയേഷൻ വരുന്ന ചില അമിനോ ആസിഡിൽ മൂന്നെണ്ണം കുറച്ച് അമിനോ ആസിഡ് അതിന്റെ 3 എണ്ണമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഫിനാൽ അലാനിന്റെ F, തൈറോസിന്റെ Y, ട്രിപ്റ്റോഫാന്റെ W. താങ്ക് യു.